ഓം ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമുക്ക് നാരായണീയം ദശകം 7-ലെ 6-ാമത്തെ ശ്ലോകമാണ് പഠിക്കേണ്ടത്. നമുക്ക് ശ്ലോകം ചൊല്ലാം. നാനാദിവ്യവധൂജനൈരഭിവൃതാ വിദ്യുല്ലതാ തുല്യയാ വിശ്വോന്മാദനഹൃദ്യഗാത്രലതയാ വിദ്യോതിതാശാന്തരാ ത്വത്പാദാംബുജ സൗരഭൈകകുതുകാ ലക്ഷ്മീ സ്വയം ലക്ഷ്യത്തെ യസ്മിൻ വിസ്മയനീയ ദിവ്യവിഭവം തത്തേ പദം ദേഹി മേ. കഴിഞ്ഞ ശ്ലോകത്തിൽ ബ്രഹ്മാവ് വൈകുണ്ഠലോകത്ത് എത്തിയപ്പോൾ അവിടെ ഭഗവാനെ പോലെ തന്നെ രൂപസാദൃശ്യമുള്ള വിഷ്ണു പാർഷദന്മാരെ കണ്ടതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ ശ്ലോകത്തിലും വൈകുണ്ഠലോകത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. നമുക്ക് ഈ ശ്ലോകത്തിലെ ആദ്യത്തെ 2 വരികളുടെ അർത്ഥം നോക്കാം. നാനാ ദിവ്യവധൂജനൈരഭിവൃത വിദ്യുല്ലതാ തുല്യയാ വിശ്വോന്മാദന ഹൃദ്യഗാത്രലതയാ വിദ്യോതിത് ആശാന്തര. നാനാ പലവിധത്തിലുള്ള അല്ലെങ്കിൽ പലതരത്തിലുള്ള ദിവ്യവധൂജനൈഹി ദിവ്യസ്ത്രീകളാൽ അഭിവൃത ചുറ്റപ്പെട്ടവളായ അല്ലെങ്കിൽ സേവിക്കപ്പെട്ടവളായ വിദ്യുല്ലത വിദ്യുത്ലത മിന്നൽക്കൊടി. വിദ്യുത്ലത എന്ന് പറഞ്ഞാൽ മിന്നൽക്കൊടിക്ക് തുല്യയായവളും പലതരത്തിലുള്ള ദിവ്യസ്ത്രീകളാൽ ചുറ്റപ്പെട്ടവളും മിന്നൽക്കൊടിക്ക് തുല്യയായവളും വിശ്വോന്മാദന ഹൃദ്യഗാത്രലതയാ. വിശ്വോന്മാദനം, വിശ്വം ലോകം, ഉന്മാദനം മോഹിപ്പിക്കുന്നവൾ, ലോകത്തെ മോഹിപ്പിക്കുന്നവളും ഹൃദയത്തെ കീഴടക്കുന്നവളും ആയ ലക്ഷ്മീദേവി. വിശ്വോന്മാദന ഹൃദ്യ വിശ്വത്തെ മോഹിപ്പിക്കുന്ന ഹൃദയത്തെ കീഴടക്കുന്ന ഗാത്രലതയാ. ഗാത്രം എന്നാൽ ശരീരം, ലത എന്നാൽ വള്ളി. ഗാത്രലതയാ എന്നാൽ മനോഹരമായ താമരവള്ളി പോലെയുള്ള ശരീരത്തോടു കൂടിയവളും ആയ ലക്ഷ്മീദേവി വിദ്യോതിത് പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആശാന്തര എല്ലാ ദിക്കുകളെയും. പലതരത്തിലുള്ള ദിവ്യസ്ത്രീകളാൽ ചുറ്റപ്പെട്ടവളും മിന്നൽക്കൊടിക്ക് തുല്യയായവളും ലോകത്തെ മുഴുവൻ മോഹിപ്പിക്കുന്ന ഹൃദയത്തെ കീഴടക്കുന്ന താമരവള്ളി പോലെ മനോഹരമായ ദേഹത്തോടു കൂടിയവളുമായ മഹാലക്ഷ്മി ആ വൈകുണ്ഠലോകത്തെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി അടുത്ത 2 വരികൾ നോക്കാം. ത്വത് പാദാംബുജ സൗരഭൈക കുതുക ലക്ഷ്മീഹി സ്വയം ലക്ഷ്യത്തെ യസ്മിൻ വിസ്മയനീയ ദിവ്യവിഭവം തത്തേ പദം ദേഹി മേ. ത്വത് അങ്ങയുടെ പാദാംബുജം, അംബുജം എന്നാൽ താമര, പാദാംബുജം താമരപ്പൂവ് പോലെയുള്ള അങ്ങയുടെ പാദങ്ങളുടെ സൗരഭൈക സൗരഭത്തിൽ അല്ലെങ്കിൽ സുഗന്ധത്തിൽ കുതുക ആകൃഷ്ടയായി ആസക്തിയുള്ളവളായി അങ്ങയുടെ താമരപ്പൂവ് പോലെയുള്ള പാദങ്ങളുടെ സുഗന്ധത്തിൽ ആകൃഷ്ടയായി ലക്ഷ്മീഹി ലക്ഷ്മീദേവി സ്വയം ലക്ഷ്യത്തെ സ്വയം അവിടെ പ്രത്യക്ഷയായിരിക്കുന്നു ആ വൈകുണ്ഠ ലോകത്തിൽ. യസ്മിൻ വിസ്മയനീയ ദിവ്യവിഭവം തത്തേ പദം ദേഹിമേ. യസ്മിൻ എവിടെയൊക്കെയാണോ വിസ്മയനീയ ദിവ്യവിഭവം, വിസ്മയനീയം അത്ഭുതപ്പെടുത്തുന്ന ദിവ്യവിഭവം ദിവ്യമായ വസ്തുക്കൾ ഉള്ളത്, ഇങ്ങനെയൊക്കെയുള്ള ദിവ്യമായ വസ്തുക്കളുള്ളത് ആയ അങ്ങയുടെ തത്ത് ആ തേ അങ്ങയുടെ പദം വാസസ്ഥലം, ഇങ്ങനെയൊക്കെ അത്ഭുതമുളവാക്കുന്ന ദിവ്യവിഭവങ്ങൾ നിറഞ്ഞ അങ്ങയുടെ ആ വാസസ്ഥലം ദേഹി മേ. ദേഹി എന്നാൽ തരേണമേ, പ്രാപ്തമാക്കണമേ, മേ എനിക്കും. അങ്ങയുടെ താമരപ്പൂവ് പോലെയുള്ള പാദങ്ങളുടെ സുഗന്ധത്തിൽ ആസക്തിയുള്ളവളായി ലക്ഷ്മീദേവി സ്വയം ആ വൈകുണ്ഠലോകത്തിൽ പ്രത്യക്ഷയായിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള
അത്ഭുതമുളവാക്കുന്ന ദിവ്യമായ വസ്തുക്കൾ ഉള്ള അങ്ങയുടെ ആ വാസസ്ഥലം എനിക്കും പ്രാപ്തമാക്കണമേ ഭഗവാനെ എന്നാണ് മേൽപ്പത്തൂർ ഈ ശ്ലോകത്തിൽ ഭഗവാനോട് അപേക്ഷിക്കുന്നത്. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ഒരുമിച്ചുള്ള അർത്ഥം ഒന്നുകൂടി പറയാം. പലതരത്തിലുള്ള ദിവ്യ സ്ത്രീകളാൽ ചുറ്റപ്പെട്ടവളും മിന്നൽ കൊടിക്ക് തുല്യയായവളും ലോകത്തെ മുഴുവൻ മോഹിപ്പിക്കുന്ന, ഹൃദയത്തെ കീഴടക്കുന്ന താമരവള്ളി പോലെ മനോഹരമായ ദേഹത്തോടു കൂടിയവളും ആയ മഹാലക്ഷ്മി ദേവി ആ വൈകുണ്ഠലോകത്ത് ദിക്കുകളെയെല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങയുടെ താമരപ്പൂവ് പോലെയുള്ള പാദങ്ങളുടെ സുഗന്ധത്തിൽ ആകൃഷ്ടയായി ലക്ഷ്മീദേവി സ്വയം ആ വൈകുണ്ഠലോകത്തിൽ പ്രത്യക്ഷയായിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള അത്ഭുതമുളവാക്കുന്ന ദിവ്യമായ വസ്തുക്കൾ നിറഞ്ഞിരിക്കുന്ന അങ്ങയുടെ ആ വാസസ്ഥലം എനിക്കും പ്രാപ്തമാക്കണമേ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. നാനാദിവ്യവധൂജനൈരഭിവൃതാ വിദ്യുല്ലതാ തുല്യയാ വിശ്വോന്മാദനഹൃദ്യഗാത്രലതയാ വിദ്യോതിതാ ശാന്തരാ ത്വത്പാദാംബുജസൗരഭൈകകുതുകാ ലക്ഷ്മീ സ്വയം ലക്ഷ്യത്തെ യസ്മിൻ വിസ്മയനീയ ദിവ്യവിഭവം തത്തേ പദം ദേഹി മേ. നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. നാനാദിവ്യവധൂജനൈരഭിവൃതാ വിദ്യുല്ലതാ തുല്യയാ വിശ്വോന്മാദനഹൃദ്യഗാത്രലതയാ വിദ്യോതിതാ ശാന്തരാ ത്വത്പാദാംബുജസൗരഭൈകകുതുകാ ലക്ഷ്മീ സ്വയം ലക്ഷ്യത്തെ യസ്മിൻ വിസ്മയനീയ ദിവ്യവിഭവം തത്തേ പദം ദേഹി മേ. ഏഴാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.